Good morning, all. Good morning, ma'am. Good morning. Okay. നമ്മൾ ലാസ്റ്റ് സെഷനില് നമ്മൾ ഡിസ്കസ് ചെയ്തത് HRM ഫംഗ്ഷൻസിൽ ഏത് ഫംഗ്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓപ്പറേറ്റീവ് ഫംഗ്ഷനിലെ HR സോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് HRM എന്ന് പറയുമ്പോൾ മെയിൻലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാനേജറിയൽ ഫംഗ്ഷനും മറ്റൊന്ന് ഓപ്പറേറ്റീവ് ഫംഗ്ഷനാണ്. മാനേജറിയൽ ഫംഗ്ഷൻ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ HR സോഴ്സിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. HR സോഴ്സിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഹെഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോബ് അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻജക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇതുവരെയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ എംപ്ലോയി സ്കിൽ. നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, കമ്മിറ്റ്മെന്റ്സ് എക്സെട്ര. നമ്മുടെ കറന്റ് ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ചും ഭാവിയുടെ നമ്മുടെ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ചും അവരുടെ സ്കിൽസ്, നോളജ്, ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, കമ്മിറ്റ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ജോബ് ചെയ്യാനുള്ള പെർഫോമൻസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. It is the process of improving and shaping and changing the skills, knowledge, creativity, attitude, values, commitment, etc. Performance and development എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ കറന്റ് നമ്മുടെ എംപ്ലോയീസിന്റെ സ്കിൽസ്, നോളജ്, ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, കമ്മിറ്റ്മെന്റ്സ് അത് ഇംപ്രൂവ് ചെയ്യാനും അത് ഷേപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ ഷാർപ്പാക്കുക എന്ന് ഉദ്ദേശിക്കുന്നു. നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി മാറ്റങ്ങൾ വരുന്നതാണെങ്കിൽ, ഇംപ്രൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നു. അങ്ങനെ നമ്മുടെ കറന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്, ഓർഗനൈസേഷൻ റിക്വയർമെന്റ്സ് അറ്റൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് താഴെ പറയുന്ന ഫങ്ഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. നമ്മളുടെ ജോബ് ഇവാലുവേഷൻ, ആ വ്യക്തി ചെയ്യുന്ന ജോബ് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എംപ്ലോയീസിന് എങ്കിൽ ആ പോരായ്മകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ട്രെയിനിങ് ആണ്. തേർഡ് ഫംഗ്ഷൻ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. നല്ല രീതിയിൽ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓരോ വ്യക്തിയുടെയും കരിയർ ഫോക്കസ് ചെയ്ത് അവരുടെ പ്ലാൻസും കരിയർ പ്ലാനിങ്ങും ഡെവലപ്മെന്റും നടത്തുക. നെക്സ്റ്റ് ആണ് ഇന്റേണൽ മൊബിലിറ്റി. ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ വഴി നമ്മൾ എംപ്ലോയീസിനെ എന്താ പറയാ മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുക. ഓർഗനൈസേഷൻ ഒരു ജോബ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് നമുക്ക് മടുപ്പ് തോന്നും അല്ലെ. അപ്പൊ നമുക്ക് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ആ ഒരു പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ട്രാൻസ്ഫർ അറിയാലോ, ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പ്രമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് എംപ്ലോയിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ്. ഡിമോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഹയർ പൊസിഷനിൽ നിന്ന് ലോവർ പൊസിഷനിലേക്ക് നമ്മൾ തരം താഴ്ത്തുക എന്ന് പറയും. അതാണ് റിട്ടൻഷൻ ആൻഡ്
റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഇനി ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുക. ഇത്രയും കാര്യങ്ങളാണ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് പെർഫോമൻസ് അപ്രൈസൽ. എല്ലാവർക്കും അറിയാം അല്ലെ, സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. ഒരു എംപ്ലോയിയുടെ ജോബ് ഇവാലുവേഷൻ, ജോബ് പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പ്രസന്റ് ജോബിനെ കുറിച്ചിട്ടും ഫ്യൂച്ചർ ജോബിനെ കുറിച്ചിട്ടുമുള്ള ഒരു ഇവാലുവേഷൻ തന്നെയാണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യുക, അസിസ്റ്റ് ഫങ്ഷണൽ മാനേജർ. നമ്മൾ പെർഫോമൻസ് അപ്രൈസല് നമ്മളുടെ ഫങ്ഷണൽ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. റിവ്യൂ ആൻഡ് പെർഫോമൻസ് റിപ്പോർട്ട്, ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ദ പെർഫോമൻസ് അപ്രൈസൽ പ്രോഗ്രാംസ്, അപ്രൈസൽ പ്രോഗ്രാംസിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കുക. ഇതിലൂടെ നമുക്ക് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ്, ആ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹത്തിന്റെ ആക്ച്വൽ പെർഫോമൻസിനെ കുറിച്ചിട്ട് നമുക്കൊരു നല്ലൊരു വ്യക്തമായ ഒരു ധാരണ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ their performance on the job and their potential for development. Performance appraisal എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആണ് ആൻഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ്. നമുക്ക് ഭാവിയിലേക്ക് ആ ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഭാവിയിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാൻ പെർഫോമൻസ് അപ്രൈസൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Then it includes എന്തെല്ലാം കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസൽ വരുന്നത്? ഡെവലപ്പിംഗ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. നമുക്ക് അതുപോലെ പോളിസീസ്, പെർഫോമൻസ് അപ്രൈസൽ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്പിംഗ് ദ ഫങ്ഷണൽ മാനേജേഴ്സ്, നമ്മുടെ ഫങ്ഷണൽ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്നൊക്കെ പറയാറില്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ നമ്മളൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. റിവ്യൂ ദ റിപ്പോർട്ട് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ദ റിപ്പോർട്ട്സ്. നമ്മൾ പെർഫോമൻസ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അത് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ വേരിയസ് പ്രോഗ്രാംസ്. നമ്മൾ കണ്ടക്ട് ചെയ്ത പെർഫോമൻസ് അപ്രൈസൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓരോ എംപ്ലോയീസിന്റെയും പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ എംപ്ലോയി എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? It is the process of imparting the employees technical and operative skill and knowledge. ഒരു എംപ്ലോയീസിന് എന്താണ് അവർക്ക് ടെക്നിക്കൽ ആൻഡ് ഓപ്പറേറ്റീവ് സ്കിൽ ആൻഡ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ പെർഫോമൻസ് ഇവാലുവേഷനിലൂടെ ട്രെയിനിങ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ്സ് ഓഫ് ആൻ എംപ്ലോയി എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഡെവലപ്പ് സ്യൂട്ടബിൾ ട്രെയിനിങ് പ്രോഗ്രാംസ്. അതിനുശേഷമാണ് നമ്മൾ ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓൺ ദി ജോബ് ട്രെയിനിങ് പ്രോഗ്രാം വേണോ, ഓഫ് ദി ജോബ് ട്രെയിനിങ് വേണോ എന്നത് തീരുമാനിക്കും. അസിസ്റ്റ് ദ മാനേജേഴ്സ് ഇൻ ഇംപ്ലിമെന്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. അസിസ്റ്റന്റ് അഡ്വൈസ് ലൈൻ മാനേജേഴ്സിന് അഡ്വൈസ് ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക. ഇംപാർട്ടിംഗ് റിക്വസ്റ്റ് job skill and knowledge to the employee. Provide necessary job skill. നമ്മുടെ എംപ്ലോയീസിന് ആ ഒരു ജോബ് ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള ജോബ് സ്കില്ലും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. നമ്മൾ എങ്ങനെയാണ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്നത് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ വരുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് imparting എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് എന്നാണ് കേട്ടോ.
to the employees technical and operative skill and knowledge. അപ്പോൾ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ടെക്നിക്കൽ ആൻഡ് ഓപ്പറേറ്റീവ് സ്കില്ല് പകർന്ന് നൽകുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ്ങിൽ മെയിൻലി എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ട്രെയിനിങ് നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെയും ഇൻഡിവിജ്വൽസിന്റെയും ട്രെയിനിങ് നീഡ്സിനെ കുറിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ ട്രെയിനിങ് പ്രോഗ്രാം, എംപ്ലോയീസിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദ ലൈൻ മാനേജ്മെന്റ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ലൈൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക. ഇംപാർട്ടിംഗ് റിക്വസ്റ്റ് ജോബ് സ്കിൽ ആൻഡ് നോളജ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ജോബ് സ്കില്ലും നോളജും വിലയിരുത്തുക, അവർക്ക് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, ഒരു ജോബ് ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Developing the managerial and human relation skills of executives. നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ മാനേജീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ്, കണ്ടക്ടിങ് suitable executive development program to develop the managerial and human relation skills of the employees. നമ്മുടെ എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് സ്കിൽസിനെ കുറിച്ചിട്ട് മാനേജറിയൽ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആവുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എങ്ങനെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യണം, എംപ്ലോയീസിനെ എങ്ങനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യണം എന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുക എന്നതാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഏരിയ വേർ ദ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് നീഡഡ്. ഏത് ഏരിയയിലാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വേണ്ടത് എന്നത് ഐഡന്റിഫൈ ചെയ്യുക ആദ്യത്തെ കാര്യമാണ്. കണ്ടക്ടിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതിനുശേഷം ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. മോട്ടിവേറ്റിംഗ് ദ എക്സിക്യൂട്ടീവ്സ്, നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ എംപ്ലോയീസിനെയാണ്. എക്സിക്യൂട്ടീവ്സിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ഡിസൈനിങ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ പ്രൊമോഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരീഡ് ഇന്ന കോഴ്സ് അല്ലെങ്കിൽ ഇന്നൊരു ട്രെയിനിങ് എടുത്താൽ മാത്രമായിരിക്കും പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ആ ഒരു ട്രെയിനിങ് എടുക്കും. അല്ല ഇന്നൊരു എക്സാം എഴുതി പാസ്സായാൽ മാത്രമാണ് ട്രെയിനിങ് കിട്ടുക, പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതി പാസ്സാകും. നമ്മള് എന്താ പറയാ, ഗവൺമെന്റ് ജോബുകൾക്കൊക്കെ നമ്മൾ ജോബ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില എക്സാമുകൾ പാസ്സായാൽ മാത്രമേ ചില ജോബുകൾക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയാലാണ് നമുക്കൊന്ന് ഹയർ പൊസിഷനിലേക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് ഏജ് ആവണം, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. അവർക്ക് സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ വരാറുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ? അറിയോ അതൊക്കെ? ഓക്കെ, കണ്ടിട്ട് കേട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയാൽ മാത്രമായിരിക്കും അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ജോബിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുക. അല്ലാതെ പ്രൊമോഷൻ കിട്ടും, അത് ഏജ് ആവുന്നതിനനുസരിച്ചായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അല്ലാത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. Then using special program for promotion, അത് പറഞ്ഞു. Using the service of specialists and or utilizing the institutional executive development programs, experts and training institutionsലൂടെ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള എന്താണ് ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. എക്സിക്യൂട്ടീവ്സിന് നല്ലൊരു എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതുവഴി അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. നമ്മൾ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്,
അവരുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? നമ്മൾ കോമൺലി കേൾക്കാത്തൊരു പേരാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് കണ്ടക്ടിങ് suitable executive development programs to develop the managerial and human relation skill of employees. എംപ്ലോയീസിന്റെ ഹ്യൂമൻ റിലേഷൻ സ്കിൽസും മാനേജറിയൽ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഏരിയ ഇൻ വിച്ച് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇസ് നീഡഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് ഏരിയയിലാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വേണ്ടത് എന്നത് ഐഡന്റിഫൈ ചെയ്യും. ദെൻ കണ്ടക്ടിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. അതുവഴി മോട്ടിവേറ്റിംഗ് ദ എക്സിക്യൂട്ടീവ്സ്, നമ്മളുടെ എക്സിക്യൂട്ടീവ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഡിസൈനിങ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ പ്രൊമോഷൻ. ഇത് കൂടാതെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളും ഡിസൈൻ ചെയ്യും. യൂസിങ് ദ സർവീസ് സ്പെഷ്യലിസ്റ്റ്, ആ ഒരു പ്രൊഫഷനെ കുറിച്ച് നല്ല രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ യൂസ് ചെയ്തോ. യൂട്ടിലൈസിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ്സ്, നമ്മൾ അറിയാം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളേജസ് അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരെയും കൂടി കണ്ടക്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മളുടെ എംപ്ലോയീസിന് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്ത് അതുവഴി നമ്മളുടെ എംപ്ലോയീസ് നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ പെർഫോമിംഗ് പേഴ്സൺ ആയിട്ട് മാറ്റും. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റിൽ മൂന്ന് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് പെർഫോമൻസ് അപ്രൈസൽ, സെക്കൻഡ് പറഞ്ഞത് ട്രെയിനിങ് ആൻഡ് തേർഡ് പറഞ്ഞത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്ത് നോക്കുമോ ഈ 3 പോയിന്റ്സും എല്ലാവരും? ഒന്ന് റീഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. റീഡ് ചെയ്ത് നോക്കിയോ നിങ്ങൾ? ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് എംപ്ലോയീസിന് അവരുടെ കരിയർ പ്ലാൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പ്ലാനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആൻഡ് എംപ്ലോയീസ് കരിയർ
ത്രൂ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, വർക്ക് എക്സ്പീരിയൻസ്. നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് പ്ലസ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എത്ര നാൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാ ചോദിക്കാൻ, അല്ലേ? അപ്പോൾ നമ്മുടെ കരിയർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വർക്ക് എക്സ്പീരിയൻസ് വേണം. നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ കരിയർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഹൈ പേയിങ് സാലറി ജോബ് കിട്ടും എന്ന് വിചാരിക്കും, ഇപ്പൊ ഫ്രഷർ ആണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്ന ജോബ് മേ ബി ഒരു ഇന്റേൺ പോലെ ആയിരിക്കും, ഇന്റേൺഷിപ്പ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സാലറി കുറവായിരിക്കും. പക്ഷെ ഒരിക്കലും സാലറി കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ജോബ് എടുത്ത് മാറ്റല്ല വേണ്ട, നമ്മളത് ചെയ്യാം, ആ ജോബ് ഏൺ ചെയ്യാം. വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സാലറി എമൗണ്ട് മാറും. ഇപ്പൊ നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് കിട്ടുന്ന സാലറി പാക്കേജ് ആയിരിക്കില്ല ഫ്രഷർക്ക് കിട്ടുന്നത്. അതല്ല, 1 ഇയർ മാറി അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സാലറി പാക്കേജിന്റെ എമൗണ്ട് മാറും. 5 ഇയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേ ബി സാലറി പാക്കേജ് ബെസ്റ്റ് സാലറി പാക്കേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഹെൽപ്പ് ദ എംപ്ലോയീസ് പ്ലാൻ ദർ കരിയർ. നമ്മളുടെ കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മളെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യും. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി. നമ്മളുടെ ഓർഗനൈസേഷൻ തന്നെ നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. സപ്പോർട്ട് കരിയർ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ്. നമ്മളുടെ കരിയർ ഗ്രോത്തും അഡ്വാൻസ്മെന്റിനും വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എൻകറേജ് ഇന്റേണൽ മൊബിലിറ്റി ആൻഡ് എക്സ്റ്റേണൽ മൊബിലിറ്റി. നമുക്ക് ഇന്റേണൽ മൊബിലിറ്റി, എക്സ്റ്റേണൽ മൊബിലിറ്റി. ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ നമ്മളുടെ മൂവ്മെന്റ്സ് ഓഫ് ജോബ് പൊസിഷനെയാണ് ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. നമുക്ക് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ജോബ് ട്രെയിനിങ്ങിന്റെ ബേസിൽ നമുക്ക് നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ലഭിക്കും. ഓക്കെ, നമുക്ക് നോക്കാം കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് വൺസ് കരിയർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കരിയർ പ്ലാൻ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ജോബ് സെർച്ച് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്. അപ്പൊ വൺസ് നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള കരിയർ പ്ലാനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കരിയർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ട്രെയിനിങ്, ജോബ് സെർച്ച്, വർക്ക് എക്സ്പീരിയൻസ്, ജോബ് സെർച്ച് വർക്ക് എക്സ്പീരിയൻസിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നല്ല കരിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുവഴി നമ്മളുടെ എന്താണ് നമ്മളുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിൽ വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കിട്ടാണ്, നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജോബ് പെർഫോമൻസ് ഡെവലപ്മെന്റ് അവൈലബിൾ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് ഇന്റേണൽ മൊബിലിറ്റി. ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് മൂവ്മെന്റ്സ് ഓഫ് ആൻ എംപ്ലോയി വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ എംപ്ലോയീസിന്റെ മൂവ്മെന്റ്സിനെയാണ് ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻക്ലൂഡ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ അല്ലെ, സെയിം ജോബിലുള്ള എംപ്ലോയീസ് സെയിം എന്താ പറയുക ജോബ് പൊസിഷനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ട്, അതിൽ ഡിഫറെന്റ് ജോബ്സ് ഉണ്ട്. അപ്പൊ ആ ഡിഫറെന്റ് ജോബ്സുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ എന്താണ് ട്രാൻസ്ഫർ നടത്തുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫർ, അല്ലെ? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലെ മാനേജർ ആയിരിക്കും എവിടേക്ക് മാറുന്നത്, നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഏത് ബ്രാഞ്ചിലേക്ക് മാറുന്നു, നമ്മൾ എറണാകുളത്ത് ബ്രാഞ്ചിലേക്ക് മാറുന്നു. അപ്പൊ അവിടെ ഒരു ട്രാൻസ്ഫർ വരുന്നത്. അപ്പൊ അത് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. ബ്രാഞ്ച് മാനേജർ ആണ്, ജോബ് പൊസിഷൻ ചേഞ്ചസ് ഒന്നുമില്ല, സാലറി പാക്കേജിൽ മാറ്റമൊന്നുമില്ല. അതിനെയാണ് വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്വേർഡ് മൂവ്മെന്റ്, മറ്റൊന്ന് ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. അപ്വേർഡ് മൂവ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് പ്രൊമോഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനെയാണ് അപ്വേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിമോഷൻ ആണ്. നമ്മളിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു പോയി, നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജോബ് പൊസിഷനിൽ നിന്ന് നമ്മളെ തരം താഴ്ത്തും. ഡൗൺവേർഡ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ താഴത്തെ ജോബ് പൊസിഷനിലേക്ക് നമ്മളെ മാറ്റുന്നതിനെയാണ് ഡൗൺവേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം.
It includes vertical and horizontal movements of an employee within an organization. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, പ്രമോഷൻ, ഡിമോഷൻ. ഓക്കെ, ട്രാൻസ്ഫർ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മൂവിങ് an employee to another job of same level. സെയിം ലെവലിൽ ഉള്ള മറ്റൊരു ജോബിലേക്ക് നമ്മളുടെ എംപ്ലോയിനെ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂട്ടിലൈസിങ് എംപ്ലോയീസ് എഫക്റ്റീവ്ലി, നമ്മുടെ എംപ്ലോയീസിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെവലപ്പ് ട്രാൻസ്ഫർ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ഫർ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ട്രാൻസ്ഫർ പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യണം. ഗൈഡ് ദ എംപ്ലോയീസ് ആൻഡ് ലൈൻ മാനേജർ ഓൺ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ എംപ്ലോയീസിനും ലൈൻ മാനേജേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇവാലുവേറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രാൻസ്ഫർ പോളിസീസ്. ട്രാൻസ്ഫർ പോളിസീസ് ഇവാലുവേറ്റ് ചെയ്യണം, അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത്. It is the process of placing the employee in the job of same level so that they can be utilized more effectively according to the potential and the need of the employee and the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്, എംപ്ലോയിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് ആ ഒരു എംപ്ലോയിനെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ ട്രാൻസ്ഫർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ മീൻസ് മൂവിങ് ആൻ എംപ്ലോയി to another job of same level. സെയിം ലെവലിലുള്ള ഒരു മറ്റൊരു ജോബിലേക്ക് നമ്മുടെ എംപ്ലോയിനെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് ഓൾസോ ഡീൽസ് വിത്ത്, നമ്മൾ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ്. ഡെവലപ്പിംഗ് ട്രാൻസ്ഫർ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ട്രാൻസ്ഫർ പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക. ഗൈഡിംഗ് ദ എംപ്ലോയീസ് ആൻഡ് ലൈൻ മാനേജർ ഓൺ ട്രാൻസ്ഫർ. ലൈൻ മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് ഗൈഡ് ചെയ്യുക. അസസിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രാൻസ്ഫർ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ട്രാൻസ്ഫർ പോളിസീസിനെ കുറിച്ചിട്ട് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് അവർക്ക് വേണ്ട അസസ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ 3 പോയിന്റ്സ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കണം. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റേണൽ മൊബിലിറ്റി, ദെൻ ട്രാൻസ്ഫർ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? ട്രാൻസ്ഫർ വരെ റീഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ ട്രാൻസ്ഫർ വരെ? ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. HRM ഫങ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് പ്രൊമോഷൻ ആണ് അടുത്ത ഒരു ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. പ്രൊമോഷൻ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്വേർഡ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞു. അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു ഹയർ പൊസിഷൻ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് പൊസിഷനിൽ നിന്ന് ഒരു ഹയർ പൊസിഷനിലേക്ക് ഉള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. ബെറ്റർ സ്റ്റാറ്റസ് ആയിരിക്കും, ബെറ്റർ സാലറി പാക്കേജ് ആയിരിക്കും അല്ലെ? നമുക്ക് ബേസിക് പേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ പോയിന്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുല ഫെയർ പ്രൊമോഷൻ പോളിസി, ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പോളിസി ആയിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ കൂടും, അതിനനുസരിച്ച് നമുക്ക് സാലറി പാക്കേജിൽ മാറ്റം വരും. അഡ്വൈസ് ദ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓൺ പ്രൊമോഷൻ. നമ്മൾ ഈ ഒരു പ്രൊമോഷനെ കുറിച്ചിട്ട് നമ്മുടെ മാനേജേഴ്സിനും എംപ്ലോയീസിനും ഒരു അഡ്വൈസ് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ സാലറി പാക്കേജിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നു. ഇവാലുവേറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൊമോഷൻ പോളിസീസ്. നമ്മുടെ പ്രൊമോഷൻ പോളിസീസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് നോക്കാം പ്രൊമോഷൻ. ഓക്കെ, നോക്കി. Please deal with the upward reassessment given to an employee in the organization to take up a higher position which command better status. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് റീഅസസ്മെന്റ് ആണ്. അത് എംപ്ലോയീസിന് കൊടുക്കുന്നത് ഒരു ഹയർ പൊസിഷൻ ആയിരിക്കും. ഓർഗനൈസേഷനിൽ ഒരു ഹയർ പൊസിഷൻ അത് കൊടുക്കും. വിച്ച് കമാൻഡ് ബെറ്റർ സ്റ്റാറ്റസ്. നമ്മളിങ്ങനെ ഹയർ പൊസിഷൻ കൊടുക്കുന്നതിലൂടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആയിരിക്കും ആ എംപ്ലോയീസിന് കിട്ടുക. ഓർ പേ കീപ്പിംഗ് ഇൻ വ്യൂ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് നല്ല രീതിയിലൊരു ബെറ്റർ ആയിട്ടുള്ള പേ കിട്ടും. ആൻഡ് ദ ജോബ് റിക്വയർമെന്റ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് അകത്തുള്ള എംപ്ലോയീസിനെ തന്നെ എഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഫംഗ്ഷൻ കവർ. ഈ ഒരു ഫംഗ്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? Formulating of reasonable, fair and consistent promotional policies and procedure. Reasonable ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആയിരിക്കും നമ്മുടെ കമ്പനി ഫോളോ ചെയ്യാനായിട്ട്. Advising the line management and employee on the matters relating to the promotion. പ്രൊമോഷൻ റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മുടെ എംപ്ലോയീസിനും ലൈൻ മാനേജേഴ്സിനും വേണ്ട അഡ്വൈസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൊമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. പ്രൊമോഷൻ പോളിസീസിനെ കുറിച്ചിട്ടും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ നടപ്പിലാക്കിയ പ്രൊമോഷൻ പോളിസീസും പ്രൊസീജിയേഴ്സും എങ്ങനെയാണ്, നല്ലതാണോ, അതിനെ കുറിച്ചിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക. അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു ഹയർ ജോബ് പൊസിഷൻ വിത്ത് ബെറ്റർ സ്റ്റാറ്റസ് ആൻഡ് ബെറ്റർ പേ ആണ് പ്രൊമോഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിമോഷൻ. ഡിമോഷൻ എന്ന് പറയുന്നത് നമ്മൾ അധികം കേൾക്കാത്തൊരു വേർഡ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു ലോവർ പൊസിഷൻ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ നിന്ന് നമ്മളെ തരം താഴ്ത്തുന്നു, അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമോഷൻ എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ പണിഷ്മെന്റ് ഒക്കെ ആയിട്ടാണ് സാധാരണ നമ്മൾ ഈ ഒരു ഡിമോഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യാറ്. ഓക്കെ, ഡെവലപ്പ് ഫെയർ ഡിമോഷൻ പോളിസി. ഫെയർ ആയിട്ടുള്ള, ന്യായമായുള്ള, റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിമോഷൻ പോളിസി നടപ്പിലാക്കുക. അഡ്വൈസ് ദ ലൈൻ മാനേജർ ഓൺ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിമോഷൻ. ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ തരം താഴ്ത്തുന്നത് അത് ലൈൻ മാനേജറിനോട് പറയാം. ഓവർസീ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡിമോഷൻ പോളിസീസിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും ഒന്ന് വിലയിരുത്തുക, ഓവർസീ ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ഡിമോഷൻ എന്നുള്ളത് കേട്ടോ. ഡിമോഷൻ ഇറ്റ് ഡീൽസ് വിത്ത് ഡൗൺവേർഡ് റീഅസസ്മെന്റ് ടു ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിനെ ഡൗൺവേർഡ് റീഅസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു എ ലോവർ പൊസിഷൻ ആണ് ഡിമോഷൻ.
ഏതൊക്കെ സിറ്റുവേഷൻ ആണ് വരുന്നത്? ഡൗൺവേർഡ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഡിമോഷന് വേണ്ടിയിട്ട് നമ്മൾ റീസണബിൾ, ഫെയർ, കൺസിസ്റ്റന്റ് ഡിമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈൻ മാനേജേഴ്സിനെ ഈ ഒരു മാറ്ററിനെ കുറിച്ചിട്ട്, ഡിമോഷൻ റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സിനെ കുറിച്ചിട്ട് അഡ്വൈസ് കൊടുക്കുക. ഓവർസീ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഡിമോഷൻ പോളിസീസിനെ കുറിച്ചിട്ടും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും ഉള്ള മാറ്റേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഓവർസീ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിമോഷൻ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്, ഫംഗ്ഷനിൽ വരുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ, പ്രൊമോഷനും ഡിമോഷനും. റീഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും, പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ? ഓക്കെ, നെക്സ്റ്റ് ആണ് റീടെൻഷൻ ആൻഡ് റിട്രീച്ച്മെന്റ് മാനേജ്മെന്റ്. റിട്ടൈനിങ് ദ ടാലന്റഡ് എംപ്ലോയീസ് ആൻഡ് ലേയിങ് ഓഫ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് വെൻ നെസസറി. റിട്ടൻഷൻ ആൻഡ് റിട്രീച്ച്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സ്ഥാപനത്തിൽ നിലനിർത്തിക്കൊണ്ട് ലെസ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റിട്ടൻഷൻ ആൻഡ് റിട്രീച്ച്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പോയിന്റിൽ പറയാം, റിട്ടൈനിങ് സ്കിൽഡ് ആൻഡ് ടാലന്റഡ് എംപ്ലോയീസ്. നമ്മുടെ സ്ഥാപനത്തില് സ്കിൽഡ് ആൻഡ് ടാലന്റഡ് എംപ്ലോയീസിനെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡ് ബെറ്റർ സാലറി ആൻഡ് ബെനിഫിറ്റ്സ്. ടാലന്റഡ് എംപ്ലോയീസിന് ബെറ്റർ സാലറി അതേപോലെ തന്നെ ബെനിഫിറ്റ്സും കൊടുക്കാം. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അതുവഴി നമ്മളുടെ എംപ്ലോയീസിന്റെ വർക്ക് ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഡെവലപ്പ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് എംപ്ലോയീസ് ടേൺ ഓവർ. നമ്മുടെ എംപ്ലോയീസിന്റെ ടേൺ ഓവർ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കാൻ ശ്രമിക്കാം. ട്രീറ്റ് ലെസ് എഫക്റ്റീവ് എംപ്ലോയീസ് വെൻ റിക്വയർഡ്. നമ്മൾ ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ്, ലെസ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിരിച്ചുവിടാം. ഓക്കെ, നമുക്ക് നോക്കാം.
Retention and retrenchment management. Employees prefer to retain more talented employee by laying off less talented employees. നമ്മളുടെ സ്ഥാപനത്തിൽ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ട് ലെസ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്ന ഒരു രീതിയുണ്ട്. Employer modify existing human resource strategy and craft new strategy in order to pay more salary, provide more benefits, and create a high quality of work life to retain the best employees. നമ്മുടെ സ്ഥാപനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയി ഉണ്ടെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസ് മാറ്റി അവിടെ ന്യൂ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യും. അവർക്ക് വേണ്ടി നല്ല കീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് മോർ സാലറി, മോർ ബെനിഫിറ്റ്സ്, ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ ആ എംപ്ലോയീസിനെ എന്ത് ചെയ്യും, നിലനിർത്തുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ആൻഡ് മാനേജ്മെന്റ് പേ ലോ വേജ് ടു ലെസ് ടാലന്റഡ് എംപ്ലോയീസ്. സാധാരണയായിട്ട് മാനേജ്മെന്റ് ലോ വേജ് ആണ് ലെസ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നത്. ആൻഡ് പ്ലാൻ ടു ലേ ഓഫ് that is with as well as unwanted employees depend upon the negative business strength. ഇപ്പോൾ ബിസിനസ്സിന് അത്യാവശ്യം പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, ലെസ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് റിറ്റൻഷൻ ആൻഡ് റിട്രീച്ച്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഫോർ എന്തിനു വേണ്ടിയിട്ട്? ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ബൈ ബ്രിങ്ങിങ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ എംപ്ലോയീസ് ബിഹേവിയർ, കൾച്ചർ ആൻഡ് സിസ്റ്റം. നമ്മള് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനായിട്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ, നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചറിൽ, അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സിസ്റ്റത്തിലെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഈ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ഇംപ്രൂവ് ദ എംപ്ലോയീസ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബിഹേവിയറും പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാൻ. ഡെവലപ്പ് എ പോസിറ്റീവ് വർക്ക് കൾച്ചർ. നമ്മളുടെ സ്ഥാപനത്തിൽ നല്ലൊരു പോസിറ്റീവ് വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ. ഇംപ്രൂവ് ഓർഗനൈസേഷണൽ സിസ്റ്റം ആൻഡ് പ്രോസസ്. ഓർഗനൈസേഷൻ സിസ്റ്റം പ്രോസസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ. ഇൻക്രീസ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് ഗ്രോത്ത്. നമ്മുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിലുള്ള ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്സും ഗ്രോത്തും കൊണ്ടുവരാൻ. യൂസ് ബിഹേവിയറൽ സയൻസ് ആൻഡ് നോളജ് ടു ബ്രിങ് ഇംപ്രൂവ്മെന്റ്. നല്ല രീതിയിലുള്ള ബിഹേവിയറൽ സയൻസ്, ടെക്നോളജി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഇംപ്രൂവ്മെന്റ്, അവരുടെ നോളജിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ചേഞ്ച് നമുക്ക് നോക്കാം. ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. Change implies the creation of imbalance in existing pattern or solution. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷണൽ പോളിസീസിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാറ്. Organization development is a planned process designed to improve organizational effectiveness and help through modification in individual and group behavior, culture, and system of the organization using knowledge and technology of applied behavioral science. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ടു മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. കൾച്ചറൽ ചേഞ്ച്, സിസ്റ്റമാറ്റിക് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ഇതെല്ലാം എങ്ങനെ നമ്മൾ ചേഞ്ച് വരുത്തുന്നു? Applying knowledge and technical knowledge and skill of applied behavioral science. Behavioral science നെ കുറിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠനം നടത്തി ആ ഓരോ വ്യക്തിയെയും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയ റിറ്റൻഷൻ ആൻഡ് റിട്രീച്ച്മെന്റ് മാനേജ്മെന്റ്.
ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഓക്കെ, 2 പോയിന്റ് വായിച്ചു എല്ലാവരും. ഇത്രയുമാണ് നമ്മള് ഏത് സെഷനിൽ പറയുന്നത്. രണ്ടാമത്തെ HR ഫങ്ഷൻ ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഓൾറെഡി കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. പഠിച്ചിട്ടില്ലാലോ കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടല്ലോ അവിടെ. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, മറന്നു പോയിട്ടായിരിക്കും അല്ലെ. ഓക്കെ, കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ മെയിൻലി വരുന്നത് ജോബ് ഇവാലുവേഷൻ ആണ്. എംപ്ലോയീസിന് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ ഒരു പാർട്ടാണ് വേജ് ആൻഡ് സാലറി മാനേജ്മെന്റ് അല്ലെ. വേജ് ആൻഡ് സാലറി മാനേജ്മെന്റ്, വേജ് ആൻഡ് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത പ്രോസസ്സിനെയാണ് വേജ് ആൻഡ് സാലറി മാനേജ്മെന്റ് എന്ന് പറയും. കോമ്പൻസേഷനിലും പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇൻസെന്റീവ്സ്. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇൻസെന്റീവ്സ്, ബോണസ്, ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ്. അവിടെ നമ്മൾ പെർക്യൂസിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പെർക്യൂസിറ്റ്സ്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. ഇതെല്ലാം നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ പ്രൊവൈഡിങ് ഫെയർ ആൻഡ് ആഡ്വക്കേറ്റ് വേജ് ആൻഡ് ബെനിഫിറ്റ് ടു എംപ്ലോയി ഈസ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് നല്ലൊരു ഫെയർ ആൻഡ് ആഡ്വക്കേറ്റ് വേജ് ആൻഡ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് adequate, equitable and fair wage to employee. നമ്മുടെ എംപ്ലോയീസിന് adequate ആയിട്ടുള്ള, equitable ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള വേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? ജോബ് ഇവാലുവേഷൻ, അവർ ഓരോരുത്തരും ചെയ്യുന്ന ജോബിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, വേജസ്, സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇൻസെന്റീവ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻസെന്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക. ബോണസ്, എംപ്ലോയീസിന് ഇപ്പോൾ ഏതൊക്കെ സമയത്താണ് ബോണസ് കൊടുക്കുന്നത്, ബോണസ് എങ്ങനെയുള്ള ബോണസ് ആണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, അതർ പെർക്യൂസിറ്റ്സ്, നമ്മൾ വേറെ മറ്റെന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. എക്സ്ട്രാ അലവൻസ് ടു ആൻ എംപ്ലോയി ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അത് എന്താണ്, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, നമ്മൾ PF അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മേ ബി ഗവൺമെന്റ് കോമ്പൻസേഷൻ ഫണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട്, ഫിറ്റ്നസ് അലവൻസ് കൊടുക്കാറുണ്ട്. ഡിസേബിൾ ബെനിഫിറ്റ്സ്, നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട ബെനിഫിറ്റ്സും കാര്യങ്ങളും കൊടുക്കും. പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അതൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷർമെന്റിൽ പറയും. ദെൻ ഇതിന്റെ എല്ലാം കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കും. ഗ്രാറ്റുവിറ്റി, PF എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ആദ്യം വരുന്നത് ജോബ് ഇവാലുവേഷൻ. ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് വർക്ക് ഓഫ് ദ ജോബ്, നമ്മളുടെ ജോബിന്റെ വർക്ക് കണ്ടക്ട് ചെയ്യുക, ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക.
is the process of determining relative worth of the job. നിങ്ങളുടെ ജോബിന്റെ വാല്യൂ വർക്ക് ഐഡന്റിഫൈ ചെയ്യുക. സെലക്ട് സ്യൂട്ടബിൾ ജോബ് ഇവാലുവേഷൻ ടെക്നിക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജോബ് ഇവാലുവേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഇവാലുവേഷൻ ടെക്നിക് യൂസ് ചെയ്യാം. ക്ലാസിഫൈ ദ ജോബ് ഇൻ ടു വേരിയസ് കാറ്റഗറി. നമ്മുടെ ജോബിന്റെ വേരിയസ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ ഹയർ ടോപ്പ്, ഇമ്പോർട്ടന്റ്, ലെസ് ഇമ്പോർട്ടന്റ്, ഹൈ, ലോ, മീഡിയം, അങ്ങനെ മീഡിയം ലെവൽ ജോബ്സ്, നല്ല ലെവൽ കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ജോബിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ദി ജോബ് ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ്. നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ജോബിന്റെ റിലേറ്റീവ് വാല്യൂ നമ്മളുടെ ഓർഗനൈസേഷൻ അത് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ആൻഡ് വേജസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. ഇംപ്ലിമെന്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് വേജ് ആൻഡ് സാലറി പ്രോഗ്രാം. അതുവഴി നല്ലൊരു വേജ് ആൻഡ് സാലറി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുക. ഇറ്റ് കവേഴ്സ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് വെച്ച് കണ്ടക്ടിങ് വേജ് ആൻഡ് സാലറി സർവേ. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജ് ആൻഡ് സാലറിനെ കുറിച്ച് സർവേ കണ്ടക്ട് ചെയ്യുക. ഡിറ്റർമിൻ ദ വേജ് ആൻഡ് സാലറി റേറ്റ് ഓൺ ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. നമ്മൾ എല്ലാവർക്കും സെയിം ലെവൽ ഓഫ് സാലറി ഓർ വേജ് ആയിരിക്കില്ല കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാലറി ആൻഡ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് ഐഡന്റിഫൈ ചെയ്യുക. അഡ്മിനിസ്റ്ററിംഗ് the wage and salary program. നമ്മുടെ വേജ് ആൻഡ് സാലറി പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ഇസ് എഫക്റ്റീവ്നെസ് ഓഫ് വേജ് പോളിസി. നമ്മളുടെ വേജ് പോളിസീസിലെ എഫക്റ്റീവ്നെസ് കണ്ടെത്തുക. ഇത്രയും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയിലായിരിക്കും വേജ് ആൻഡ് സാലറി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ടറിയെ സംബന്ധിച്ചാണെങ്കിൽ അവർ റേറ്റിലായിരിക്കും അവിടെ സാലറി കൊടുക്കുന്നത്. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി എത്ര മണിക്കൂർ എംപ്ലോയീസ് വർക്ക് ചെയ്തോ അത്രയും മണിക്കൂറിന് പെർ അവർ ആയിരിക്കും പേയ്മെന്റ്. അതല്ല വേറൊരു ഫാക്ടറിയിലാണെങ്കിൽ നമ്മൾ പീസ് റേറ്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. എത്ര യൂണിറ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തോ അതിനനുസരിച്ചായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. അതാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനത്തിന്റെയും വേജ് ആൻഡ് സാലറി പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും സർവേ ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതേപോലെ വേജ് ആൻഡ് സാലറി മാറ്റേഴ്സിനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നത് ഐഡന്റിഫൈ ചെയ്ത് നല്ലൊരു വേജ് ആൻഡ് സാലറി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജ്മെന്റിനാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻസെന്റീവ്സ് എന്ന് പറയും. ഇൻസെന്റീവ്സ് അഡീഷണൽ ഫിനാൻഷ്യൽ റിവാർഡ് ഗിവൺ അപ്പാർട്ട് ഫ്രം വേജ് ആൻഡ് സാലറി. വേജ് ആൻഡ് സാലറി കൂടാതെ നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഫിനാൻഷ്യൽ റിവാർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. Is the process of formulating, managing and reviewing the scheme of financial incentives in addition to regular payment of wage and salary. Wage and salary കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന്റെ ഫോർമുലേഷൻ, മാനേജ്മെന്റ്, റിവ്യൂവിംഗ് ആണ് ഇൻസെന്റീവ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ്സ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് ഇൻക്ലൂഡ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻസെന്റീവ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഫോർമുലേറ്റിംഗ് ഇൻസെന്റീവ് പേയ്മെന്റ് സ്കീം. ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കുന്നത് എന്നത് ഫോർമുലേറ്റ് ചെയ്യാം. അസിസ്റ്റ് ഓർ ഹെൽപ്പിംഗ് ദ ഫങ്ഷണൽ മാനേജർ ഓൺ ദ ഓപ്പറേഷൻ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷണൽ മാനേജേഴ്സിന് അസിസ്റ്റ് ചെയ്യാം. റിവ്യൂ ഇൻസെന്റീവ് സ്കീംസ് പീരിയോഡിക്കലി നമുക്ക് ഇൻസെന്റീവ് സ്കീംസിൽ മാറ്റങ്ങൾ വരുത്താം. റിവ്യൂ ദ പീരിയോഡിക്കലി ടു അസസ് എഫക്റ്റീവ്നെസ്. നല്ല രീതിയിൽ ഇൻസെന്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പീരിയോഡിക്കൽ റിവ്യൂ ആൻഡ് അസസ്മെന്റ് കൊടുക്കുക. നെക്സ്റ്റ് ആണ് ബോണസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് പേയ്മെന്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോണസ് അക്കോർഡിംഗ് ടു ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. 1965 പ്രകാരം, അതേപോലെ ഇറ്റ്സ് ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് പ്രകാരവും നമ്മൾ കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുക്കുന്ന ഒരു പേയ്മെന്റിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ഈ ബോണസ് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ആണ് ഈ ബോണസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നത്. പ്രൊവൈഡ് സ്റ്റാറ്റ്യൂട്ടറി ബോണസ്. ഇതിന് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോണസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ചെയ്യുന്ന ബോണസ് എപ്പോഴും ലീഗൽ പ്രൊവിഷൻസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കാം. ആക്ട് പ്രകാരവും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് പ്രകാരമായിരിക്കാം നമ്മൾ ഒരു എംപ്ലോയീസിന് എന്ത് കൊടുക്കാനായിട്ട്, ബോണസ് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് നടപ്പിലാക്കാനായിട്ട് പറ്റും. ഇത് കൂടാതെ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
കോമ്പൻസേഷൻ മാനേജ്മെന്റില് ഫ്രിഡ്ജ് ബെനിഫിറ്റ്സും സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ടൈം എന്താണ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ്, മെയിൻലി രണ്ട് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഓഫ് HR മാനേജേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? റെസ്പോണ്ട് ചെയ്യണോട്ടോ. അതേപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് കാര്യം മനസ്സിലായില്ല, വ്യക്തമായില്ല എന്ന് പറയണം. ഒരിക്കലും ഒരു ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് എന്താ പറയാ ബാഡ് ആയിട്ടൊന്നും ഞങ്ങളൊന്നും വിചാരിക്കില്ല. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ഫീല് വരുന്നത്. അപ്പോൾ ഡൗട്ട്സുകൾ ചോദിക്കാൻ, ക്ലിയർ ചെയ്യാം. ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് നമ്മുടെ സെഷൻസ് മുന്നോട്ട് പോകട്ടെ. അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ ലിസണിങ് മൈ ക്ലാസ്. ഇന്നിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും പോയി അല്ലെ? അപ്പൊ മാക്സിമം റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര് റെഗുലർ ആയിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അല്ലാത്തവര് റെക്കോർഡ് ക്ലാസ് കാണാം. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ താങ്ക് യു ഓൾ.